ഹായ് ഓൾ, എല്ലാവർക്കും സുഖമാണോ? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾക്കിന്ന് ചെറിയൊരു പരിപാടി ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഞങ്ങൾ താമസിച്ച വീടിൻ്റെ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ നടന്നിട്ട് വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയതാണ് നമ്മൾ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം. അപ്പോൾ എന്താ പരിപാടി എവിടെയാണെന്നെല്ലാം ലാസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ സലാല എത്തിയിട്ടുണ്ട് മക്കളെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്നറിയാം, ഇവിടുത്തെ മലയാളികളുടെ ഒരു ഐക്യം, ഒരു കൂട്ടായ്മ. അതെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെ. കാരണം ഞാൻ കുറച്ചാൾ മസ്കറ്റിലും പിന്നെ കുറച്ചായി സോഹാറിലെല്ലാം താമസിക്കുന്നത്. നമുക്കിപ്പോൾ എന്നെ സംബന്ധിച്ച് എന്നെ അടക്കം പറയുന്നത് ഒരു എന്താ പറയുക, തൊട്ടടുത്ത് താമസിക്കുന്ന ഫ്ലാറ്റിലുള്ള ആളുകളെ പോലും പരസ്പരം അറിയാണ്ടാണ് നമ്മളും ജീവിക്കുന്നത്. പക്ഷേ ഇവിടെ വന്നിട്ട് എനിക്ക് കിട്ടിയ ആ ഒരിത്, ഒരാളെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും തമ്മിൽ അറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇന്നൊരാളെ അറിയാമോ എന്ന് ചോദിച്ചാൽ മതി, അവരെല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ പരിപാടി, ഓരോ കൂട്ടായ്മ. ശരിക്കും ഇത് ഇങ്ങനെയായിരിക്കണം പ്രവാസ ജീവിതം. നമ്മളൊരു എന്താ പറയുക, നമ്മൾ ആ ഒരു ടെൻഷൻ്റെ എത്തുന്ന നമുക്ക് എത്രയോ കിട്ടുന്ന ഒരു റിലീഫായിരിക്കും. എപ്പോഴെങ്കിലും പറ്റുന്ന ടൈമിന് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഒക്കെ, ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ചെയ്യുക, അതെല്ലാം ഭയങ്കര ഒരു വലിയൊരു സംഭവം തന്നെയല്ലേ. ഒരു ഡൗട്ട് ഉണ്ട്, ആരടിക്കാനാ പോന്നെ? ആരടിക്കാനാ പോന്നെ? ആ, നിങ്ങൾ നടന്നേ, ഒന്ന് നടക്ക്, കൈ വീശി നടക്ക്. ആ കൈ ഉള്ളിലിടല്ല, കൊട്ടേഷൻ ഉണ്ടേനുവാ. അടിക്കാൻ പോകുന്ന വഴിയാ നടക്കുക. ആണോ സ്പീഡിൽ വായിച്ചോട്ടെ. ഹോട്ടൽ എന്ന് പറയുന്നത് ആ അതന്നെ. ഗോബി മഞ്ചൂരിയൻ, പെപ്പർ മഷ്റൂം, ആലു പൊറോട്ട, പനീർ മസാല ദോശ. നമ്മുടെ ഐറ്റമാണ്. ഇത് കഴിച്ചിട്ട് വാങ്ങാലോ. പാനിപ്പൂരി, പാനിപ്പൂരി, ബേൽപൂരി, മസാലപ്പൂരി. അഭിപ്രായം പറയൂ, നീ ആടെ അഭിപ്രായം പറയൂ. ഡ്രസ്സിലാക്കറേ ഫുള്ളായിട്ട്. ടിഷ്യൂ പിടിച്ചോ. യോ മോനെ, ഓക്കെയാ? വേണോ ഇനി വാങ്ങണോ? ഇപ്പം ഞാൻ കഴിച്ചോട്ടെ. നമ്മൾ ഉണ്ടാക്കുന്ന പുളിവെള്ളം, നമ്മളെ പാത്തുമ്മ ഉണ്ടാക്കുന്ന പുളിവെള്ളം ഇല്ല, ഭയങ്കര രസം. ടേസ്റ്റ് കേട്ടോ ഈ പൂരി. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ചായ വന്നിട്ടുണ്ട്. നമ്മളത്ര ചായ പ്രേമികളല്ല. അല്ല, അങ്ങനെ നിർബന്ധമായിട്ടും രാവിലെ വൈകുന്നേരം ചായ കിട്ടണമെന്നുള്ള ഇതൊന്നുമില്ല, അല്ലേ? എന്നാൻ്റെ ഈ കഷ്ടപ്പാട് ആരും കാണാതെ പോകരുത്. ഈ കഷ്ടപ്പാട് കണ്ടെങ്കിലും ഒരു ലൈക്ക്, ഒരു ഷെയർ, ഒരു സബ്സ്ക്രൈബും കൂടി തരണേ. നല്ല ചായ കേട്ടാ, നല്ല അടിപൊളി പാനിപ്പൂരി. ഒരു സെറ്റും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഉമ്മ നല്ല അടിപൊളിയാക്കി ഉണ്ടാക്കി തരുന്നില്ലേ പാനിപ്പൂരി? ഉമ്മ ഉണ്ടാക്കി തരത്തില്ല. ഞാനിടുന്ന എത്ര വട്ടം ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നെ. നിങ്ങളെ ഓണില്ലാത്തോണ്ടാണ്, അല്ലെങ്കിൽ മറ്റേ സമയമില്ലേ പറയുന്ന പറഞ്ഞോ, കുഴപ്പമില്ല. ഞാൻ ഉണ്ടാക്കി തന്നതുപോലെ നിങ്ങൾ അങ്ങോട്ട് ഇതാക്കിയിട്ടില്ല. പിന്നെയാ മാവ് പൊള്ളിന് ചായൻ്റെ കുറ്റമല്ല, അതിൻ്റെ പ്രശ്നം.
ഏടാ അന്ന പോവ ഞാൻ നിങ്ങൾക്ക് ഇവിടുന്ന് ഞാൻ രണ്ടോന്നും പെട്ടോ ഇത് ഉണ്ടാക്കി തന്നു. ടേസ്റ്റ് ഇല്ലേനു? പറഞ്ഞു അതല്ല അതിന്റെ പ്രശ്നം. അതിന്റെ പൂരി ഇല്ലേ അത് രസമില്ല. എന്താ അത് വാങ്ങി അതാ അങ്ങനത്തെ ഏക പൂരി മറ്റേ എയർ ഫ്രയറിലിട്ടാക്കി ആരെങ്കിലും അങ്ങനത്തെ മഴ എടുക്കുവാ? എടുക്കും. പിന്നെ എയർ ഫ്രയറിന് പിന്നെ ഇട്ടിട്ടാക്കാണ്ട് പിന്നെന്താ നല്ല രസമുണ്ട്. എന്താ ലാമിനാക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഒരു സാധനം ഞാൻ ഉണ്ടാക്കി തരില്ല. സോഹാറത്തട്ട മക്കളെ ഇഷ്ടപ്പെട്ടത് ഭയങ്കര ഇഷ്ടപ്പെട്ടതാ. പറയണ്ടേ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഹോണസ്റ്റ്ലി ദാറ്റ്സ് മറുപടി. രണ്ടാമത്തെ സെറ്റ് പാനിപ്പൂരി വന്നിട്ടുണ്ട്. ഞാൻ തിന്നണ്ട? നീ തിന്നണ്ട. ഓക്കെ ഗേസ് ഞാൻ തിന്നിട്ട് വരുന്ന നിങ്ങൾക്ക് കിട്ടൂല. പാനിപ്പൂരി രണ്ടാമത്തെ സെറ്റ് വന്നിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം നിന്നും മന്നാണ്ട് വാങ്ങാനാണ് തുറക്കുന്നുണ്ടല്ലോ. വെള്ളം കുടിക്കുമ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ അറിയാണ്ട് ഞാൻ ഒരു ദിവസം വീഡിയോ എടുക്കും കേട്ടാ. ഒന്നാണ് ഇവിടെ അങ്ങനെ വെള്ളം കുടിക്കാ കുഞ്ഞു പിള്ളേരിങ്ങനെ ഇപ്പോൾ കുടിക്കൂല അതേപോലെ ആൾ കുടിക്കുക. വളരെ മെല്ലെ മെല്ലെ മെല്ലെ. ആണുങ്ങൾ ബില്ലെല്ലാം കൊടുക്കുന്നുണ്ട്. ഇത് ബില്ലിനോ? മെനു വാങ്ങാ. ഞാൻ നേരിച്ച് അതിൻ്റെ എന്താ ഫുഡ് കഴിക്കാനുണ്ട്? മെനു വാങ്ങാ. അയ്യോ. അപ്പം നമ്മൾ അവിടുത്തെ ചായപൊടി കഴിഞ്ഞ് ഇറങ്ങി. ഇത് ഇവിടെ തന്നെയാണ് പ്രോഗ്രാം. ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു സ്റ്റുഡിയോയിലാണ് പരിപാടി. അപ്പോൾ ആളുകളെല്ലാം എത്തുന്നേ ഉള്ളൂ. നമ്മൾ കുറച്ച് നേരത്തെ എത്തി. എല്ലാവരും ജോലി തിരക്കുള്ള ആൾക്കാരാണ്. എല്ലാവർക്കും പിന്നെ എല്ലാവരും ഡോക്ടേഴ്സും പിന്നെ നഴ്സുമാരും ടീച്ചേഴ്സൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. കാരണം അവരെ ജോലി ഏറ്റവും വലിയ ജോലി തിരക്ക് വിട്ടിട്ടാണ് അവർ നമുക്ക് വേണ്ടിയിട്ട് അവർ ഓടി വരുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം തന്നെയാണിത്. ഭയങ്കര ഒരു സന്തോഷമുണ്ട്. കാരണം നമുക്കെന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ, ഒരു അടച്ചിട്ട റൂമിൽ വെച്ചാൽ വീടിൻ്റെ നമ്മൾ സഹാറെന്നെല്ലാം അങ്ങനെ നമ്മൾ പുറത്തിറങ്ങുക, നമ്മളൊറ്റക്കാണ്. ഞാൻ എൻ്റെ മക്കൾ തന്നെ. അപ്പം ഈ ഒരു കൂട്ടായ്മ, ഒരുപാട് ആളുകളെ കാണാൻ പറ്റി, ഒരുപാട് സൗഹൃദങ്ങൾ, ഒരുപാട് ബന്ധങ്ങൾ, ഇത് തന്നെയാണ് ഏറ്റവും വലിയ നമ്മളെ യാത്രയിൽ കിട്ടിയ ഏറ്റവും വലിയൊരു കാര്യം. നമ്മുടെ കുട്ടിക്കാലത്തെ സമയത്തായിരുന്നു. അതായത് നമ്മൾ അന്നേരം വലുതായിട്ട് നമ്മുടെ ബുദ്ധി ഉപയോഗിക്കത്തില്ല. നമ്മുടെ മറ്റ് ബുദ്ധി എന്ന് പറയുന്നതിനെ ഞാൻ കാണുന്നത്, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് അതുകൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസിനെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ശ്രദ്ധാലുക്കളാകുമ്പോഴാണ് നമ്മൾ പലപ്പോഴും പലതിൽ നിന്നും പുറകിലേക്ക് പോവുക എന്ന് പലപ്പോഴും ചിന്തിച്ചു നോക്കാറുണ്ട്. ഒരു കൊച്ചു കുഞ്ഞ് നേരെ തീയിലേക്ക് കൈവെക്കാൻ, ആ തീക്ക് ചൂടുണ്ട്, തീ പൊള്ളും എന്ന് മനസ്സിലാകുന്നിടം വരെയും ആ കുഞ്ഞിന്റെ ഉള്ളിൽ ഒരു അപാരമായ ധൈര്യമുണ്ട്. അപ്പൊ നമ്മുടെ പലപ്പോഴും നമ്മൾ ഒരു കാര്യത്തിൽ ചിന്തിച്ചാൽ നമ്മൾ വലുതാവുന്നതോറും നമ്മുടെ ധൈര്യം കുറഞ്ഞു പോവുകയും നമ്മുടെ പല ആഗ്രഹങ്ങളും നമ്മൾ അതനുസരിച്ച് പുറകോട്ട് അയക്കുകയും ചെയ്യും. ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്, പല കാരണത്താൽ സ്വയം തന്നെ അവര് ഒരു ചട്ടവട്ടത്തിനകത്തേക്ക് മാറിക്കൊണ്ട് ഇതൊന്നും നമുക്ക് പറ്റിയതല്ല അല്ലെങ്കിൽ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ അതൊക്കെ മാറുന്ന ഒരു ലോകത്തേക്കാണ് നമ്മളൊക്കെ ഇപ്പോൾ വളർന്നു വലുതായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ വളർന്ന് ചെറുതാകുക എന്ന് പറയുന്ന ഒരു ചുറ്റുപാടിലേക്ക് വരുന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് റംഷീന. ഞാൻ മനസ്സിലാക്കുന്ന വെച്ചിട്ട് ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് സുഹൃത്ത് ഗോപനാണ് നമ്മളോട് വളരെ സ്നേഹത്തോടും നിർബന്ധപൂർവ്വവും ഇങ്ങനെ ഒരു അമ്മയും 2 കുട്ടികളും സലാലേക്ക് വരുന്നുണ്ട്, നിങ്ങളൊന്ന് ഒരുമിച്ച് കൂടി അവർക്കൊരു അഭിനന്ദനം നൽകണം എന്നുള്ള കാര്യം പറഞ്ഞത്. ഇവിടുന്ന് ഞങ്ങൾക്കൊരു മൊമെൻ്റ് ഒക്കെ നൽകി. ഇവിടുന്ന് ഞങ്ങൾ ഫോട്ടോ വെച്ച ഒരു ചെറിയൊരു മൊമെൻ്റ്. മാഷാ അല്ലാഹ് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പം ഭയങ്കര സന്തോഷമാണ്. കാരണം ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള അംഗീകാരം, എൻ്റെ മക്കളായിരുന്നു ഉമ്മക്ക് പഠിച്ചിട്ട് പോലും ഇങ്ങനെയൊന്നും ഒരു പ്രൈസോ കാര്യങ്ങളും കിട്ടിയില്ലല്ലോ. ഇപ്പം ഭയങ്കര ഹാപ്പിയാണ് ഞാൻ, ഭയങ്കര സന്തോഷമാണ്. കാരണം എന്നെക്കൊണ്ട് നേടാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ.
അപ്പോൾ പരിപാടി ഏകദേശം കഴിഞ്ഞ് നമ്മളിവിടുന്ന് ഇറങ്ങുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ സന്തോഷം, ഇങ്ങനെ ഒരു കൂട്ടായ്മ. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള നമ്മൾ കൂടണം. അപ്പോൾ ആ ഒരു ഡ്രസ്സ്, ആ പ്രവാസത്തിൻ്റെ ഇടയിലുള്ള നമുക്ക് ഉള്ള ആ ഒരു ടെൻഷൻ എപ്പോഴെങ്കിലും പറ്റുന്ന സമയങ്ങളിൽ, ഇവ മാസത്തിലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇങ്ങനെയെല്ലാം കൂടിക്കഴിഞ്ഞാലാണ് ശരിക്കും പറഞ്ഞാൽ പ്രവാസികൾ എന്താ ജീവിതമല്ലേ. രാവിലെ എണീക്കുക, പണിക്ക് പോകാതെ റിപ്പീറ്റ്, രാത്രി വന്ന് കിടക്കുക, അങ്ങനെ ഡെയിലി ഇത് തന്നെ റിപ്പീറ്റ്. പക്ഷേ ഞാൻ ഇവിടുന്ന് കണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും വ്യത്യസ്തമായ ഒരു കാര്യം. എനിക്ക് ഭയങ്കര സന്തോഷമായി. സലാലിൽ കൂടിയാലോ എന്ന് തന്നെ ചിന്തിച്ചു പോയ സമയം ഞങ്ങൾക്ക്. കാരണം അവിടുത്തെ കൂട്ടായ്മ, അവിടുത്തെ മലയാളികളെല്ലാം ഒറ്റക്കെട്ടാണ്, ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ കാണാം.